അപ്പം മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി ഒരു അനൗൺസ്മെന്റ് ബാലൻ എന്നുള്ള ഒരു സിനിമ ഒരു ചെറിയ കുട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു എന്നുള്ള രീതി വന്നത്. അപ്പം തന്നെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം നിറയെ ഡേറ്റ്സ് കിട്ടുക എല്ലാം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പടം എക്സൈറ്റ്മെന്റഡ് ആണ്, ജിത്തു മാധവനാണ് റൈറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ എക്സൈറ്റ്മെന്റിനെ കൂടുതലാക്കുകയായിരുന്നു ട്രെയിലറും കൂടെ വന്നപ്പോൾ ഉണ്ടായത്. അങ്ങനെ ബാലൻ കണ്ടു. ഒരു ഈ വർഷം കണ്ട മികച്ച സിനിമകളിൽ ഒന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബാലൻ. ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ഭയങ്കര ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു സിനിമ. സത്യം അത് ഒരു ഭയങ്കര ഒരു ക്രാഫ്റ്റ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ഒരു ടെക്നിക്കലായാലും റൈറ്റിങ്ങിലായാലും പെർഫോമൻസ് വൈസ് ആയാലും മൊത്തത്തിൽ ഈ സിനിമ കാണുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ഒരു ഫീല് കിട്ടുന്ന ഒരു സിനിമയാണ് ബാലൻ. സിനിമയുടെ തുടക്കത്തിൽ ഒരു അമ്മയും മകനും ജയിലിൽ നിന്ന് മോചിതനായിട്ട് അവന്റെ ഭൂതകാലം മറച്ചു വെച്ചുകൊണ്ട് പല പല നാടുകളിൽ പല പല ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഒപ്പമുള്ള സഞ്ചാരമാണ് സിനിമ. അങ്ങനെ ഇവർ പല പല ഒരു സ്ഥിരമായിട്ടൊരു നാടോ ഒന്നുമില്ല. കാരണം ആർക്കും അവരുടെ പാസ്റ്റ് അറിയണ്ട എന്നുള്ള ഒരു സംഭവത്തിൽ നടക്കുകയാണ്. അങ്ങനെ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഒരു ഇൻസിഡന്റും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ ബാലൻ എന്നുള്ള സിനിമ സംസാരിക്കുന്നത്. സിനിമയിൽ പ്രധാന വേഷത്തിലെത്തി എല്ലാവരും, നടിയായാലും ആ ബാലൻ ചെറിയ കുട്ടിയുടെ വേഷം ചെയ്ത പുള്ളിയും, ജീൻ പോൾ നമ്മുടെ ലാലിൻ്റെ ജൂനിയർ ലാൽ, ആ പുള്ളിയായാലും എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് സിനിമയിൽ നടത്തിയിട്ടുള്ളത്. നമുക്ക് പുതിയൊരു ആൾക്കാരിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടില്ല. ഒപ്പം ഈ സിനിമയുടെ ചെറിയ രീതിയിലുള്ള ടെക്നിക്കൽ സൈഡ് തൊട്ട് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ സൈഡാണ് ബാലൻ എന്നുള്ള സിനിമയ്ക്കുള്ളത്. ചിദംബരം ഓഫ്കോഴ്സ് ഡയറക്ടറായിട്ട് ഗംഭീര ഡയറക്ഷൻ, ഒരു ഞങ്ങൾ പ്യുവറായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു പക്ക ഒരു ക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പ്യുവർ ക്ലാസി ഐറ്റം. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയാണ് ബാലൻ എന്നുള്ളത്. എല്ലാവർക്കും എങ്ങനെ വർക്കാവും എന്നുള്ളത് എനിക്ക് ഒരു ഇതുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം ഫസ്റ്റ് ഹാഫൊക്കെ നല്ല മിസ്റ്റീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഭയങ്കര ഇതെന്താണ് ഈ സിനിമ, എങ്ങനെയാണ് ഇതിൻ്റെ അവസാനം, അല്ലെങ്കിൽ ഈ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള തുടങ്ങിയ നമ്മളെ കാണുന്ന ഒരു കുറേ സംശയങ്ങളുണ്ടാവും. അതിനെ ഭയങ്കരമായിട്ട് ഗ്രിപ്പിംഗ് ആയിട്ട് നിർത്തുന്ന ഒരു ഇന്റർവൽ ബ്ലോക്ക് ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ചില സ്ഥലത്തൊന്ന് ഡൗൺ ആകുന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് ബീറ്റ് ചെയ്തു. എല്ലാവരും ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സും കാര്യങ്ങളാണ് സിനിമയ്ക്കകത്തുള്ളത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നായികയായാലും അത് കൊച്ചുകുട്ടിയായാലും ഒരു ഗംഭീര പെർഫോമൻസ് ആണ് സിനിമയ്ക്കകത്തുള്ളത്. കാരണം ഒരു നമുക്ക് തോന്നുന്ന ഒരു മിസ്റ്റീരിയസ് ആയിരിക്കും എന്ന ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖവും വെച്ചുകൊണ്ട് ആ ബാലൻ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു നടത്തിയത്. ഒപ്പം അതിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരു ഹില്ലേരിയയിൽ താമസിക്കുന്ന ഒരു വയസ്സായ ഒരു സ്ത്രീയുടെ വേഷം. അത് ആൾ അത്യാവശ്യം ഈ സിനിമകളിൽ എന്തായാലും ഉണ്ടാവും. നല്ല അടിപൊളിയായിരുന്നു. അവരുണ്ടാകുന്ന സമയത്തുള്ള ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സിനിമയായിരുന്നു. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ അറിയാം നമുക്ക്, നല്ല ഈ സിനിമയ്ക്ക് ആവശ്യം പോലെയുള്ള ഒരു ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് സുഷിൻ ശ്യാം കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ഒരു നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമ്മുടെ മൈൻഡിനകത്ത് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു സിനിമയാണ് ബാലൻ. ഇതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ വർക്കാവുന്നോ പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമ തന്നെയാണ് ബാലൻ. അതിൻ്റെ സൗണ്ടിങ് ആയാലും ഞാൻ പറഞ്ഞില്ല, എല്ലാ ടെക്നിക്കൽ സൈഡും അത്രയ്ക്കും ടോപ്പ് നോച്ചാണ്. ഒരു ഭയങ്കര ക്ലാസി ആയിട്ടുള്ള മാസ്റ്റർ പീസ് ഐറ്റമാണ് ബാലൻ എന്നുള്ള സിനിമ. അപ്പം നിങ്ങൾ തീർച്ചയായും കാണുക. പിന്നെ ഇതിൽ നമ്മുടെ ടോവിനോ തോമസ് ഉണ്ട്, ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലെ. ആ പുള്ളി അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല രസകരം ഉണ്ടായിരുന്നു ആ റോള്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്ലൈമാക്സ് അടിപൊളിയാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. അതിൻ്റെ സോങ് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിടിലായിരുന്നു. സോ ടെക്നിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ബാലൻ. തിയേറ്ററിൽ തന്നെ കാണുക, സിനിമയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് സിനിമയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.